എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നത്. ഒരുപാട് ദിവസങ്ങളിലെ പ്രാക്ടീസാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് തന്നെയാണ് പ്രാക്ടീസ് വെച്ചിരുന്നത്. കാരണം അജിതയുടെ ട്യൂഷൻ സെൻറ്ററും കൂടി അതിനായിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ ചില സമയത്തൊക്കെ വീടും. അപ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ ഇല്ലാത്ത സമയം നോക്കിയിട്ടും ദൂരെ നിന്നുള്ളവർക്ക് വന്നു പോകാനുള്ള ആ സൗകര്യം നോക്കിയിട്ടുമാണ് ഉച്ചയ്ക്ക് വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്കലത്തെ വെയിലൊക്കെ അസഹ്യം തന്നെയായിരുന്നു. അതിനിടയിൽ ബീന അമ്പലത്തിൽ നിന്ന് കഞ്ഞിയും പുഴുക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പങ്കുവെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസം ഫുഡൊക്കെ കൊണ്ടുവരും. അങ്ങനെ ആ ദിവസങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള കുറേ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മു 3 കളിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട്, വേറെ 2 കൂടി ഉണ്ട്. അപ്പം അമ്മുവിന് ഞങ്ങളെക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലായിടത്തും പ്രാക്ടീസിന് പോകണ്ടേ. എങ്കിൽ പോലും എല്ലാവരും നല്ലൊരു കാര്യം ചെയ്യാൻ പോണതിൻ്റെ സന്തോഷത്തിൽ നല്ല മനസ്സോടു കൂടി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കുന്നു കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം ഇതുവരെ അത് ശരിയായിട്ടില്ല. ഇപ്പം ഞാനത് ആക്സെപ്റ്റ് ചെയ്യണത് പെട്ടെന്നൊന്നും ശരിയാവില്ല. എങ്കിലും എൻ്റെ ഈ ശബ്ദമൊക്കെ കേട്ട് വീഡിയോ കാണുന്നവരോട് വീണ്ടും വീണ്ടും താങ്ക്സ് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ കളിക്കാനുള്ള ദിവസം എത്തിച്ചേർന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ടാണ് വന്നത്. രാവിലെ 6 മണിക്ക് ഞങ്ങളുടെ കളി, 5:45 അമ്മുവിൻ്റെ കളി. അപ്പോൾ ഇതാണ് അമ്മു പങ്കെടുക്കുന്ന തിരുവാതിരക്കളി. ഇവരും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള ടൈം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അവരെടുത്ത അതേ സെയിം ഡ്രസ്സ് തന്നെയാണ് ഞങ്ങളും എടുത്തിട്ടുള്ളത്. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. 5:45 അവർക്ക്, അത് കഴിഞ്ഞ് അവരിറങ്ങി ഉടനെ നെക്സ്റ്റ് ഞങ്ങളുടെ. അപ്പോൾ 2ലും മോളുള്ളത് കൊണ്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ടീമിൻ്റെ കളി ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് അടുത്ത ആൾക്കാർ കയറുകയാണ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾക്ക് 6:15 ടീം വരുമായിരുന്നെങ്കിൽ ഈ 2 കളിയിലും ഒരു കുട്ടി ഉള്ളത് കൊണ്ട് നമുക്ക് ടൈം തരാം, അവരെ കയറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ആക്കി തരാമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷെ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണയായി നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് സ്റ്റേജ് ബുക്ക് ചെയ്യാൻ പണം അടച്ചിട്ട് തന്നെ ബുക്ക് ചെയ്യണം. പക്ഷേ ഉത്സവ സമയത്ത് തിരുവാതിരക്കളി തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് ഈ സ്റ്റേജ് കിട്ടുക. മാത്രമല്ല അത് ബുക്ക് ചെയ്യണം കേട്ടോ. നേരത്തെ 1-1.5 മാസം മുൻപ് ബുക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ആയവരെ അവരെ അറിയിക്കും. ഇവരെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ. അപ്പോൾ ഇവരുടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഇതാ നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ഭഗവാന്റെ മുന്നിൽ തിരുവാതിരക്കളി അവതരിപ്പിച്ചു. എല്ലാവരും ഹാപ്പി ആയിരുന്നു, വളരെ കൂളായിരുന്നു. ഇതിനു മുമ്പുള്ള സ്റ്റേജുകളിൽ സ്കൂളിലൊക്കെ കളിക്കുമ്പം എന്തോ ഒരു ഭയങ്കര ടെൻഷനും വേറെയൊക്കെ ആയിരുന്നു. ഇവിടെ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും കൂളായിട്ടാണ് നിന്ന് കളിച്ചത് എന്ന്, ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എന്ന് ഓരോരുത്തരും പറഞ്ഞപ്പോൾ അതിലെന്തൊക്കെയോ അത്ഭുതം തോന്നി. ഞാനും അമ്മും കുട്ടികളും കൂടി തലേ ദിവസം വന്ന് നൈറ്റിലത്തെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഹൈക്കോടതി ഉത്തരവുള്ളത് കൊണ്ട് നമുക്ക് നടപ്പന്തലിനകത്ത് വെച്ച് ഫോട്ടോ എടുക്കാനോ ഷൂട്ടിങ്ങിനോ ഒന്നും പാടില്ല. പുറത്തുനിന്നൊക്കെ ചെയ്യാം, പക്ഷെ അതിലും അമ്പലമൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. കാണാൻ നല്ല രസമായിരുന്നു. പറ്റുന്നവരൊക്കെ പോയി കാണാം. ഉത്സവത്തിൻ്റെ മുൻപായിട്ട് ആനയോട്ടമുണ്ട്. എനിക്ക് ആനേനെ വളരെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ആനോട്ടത്തിന് ഞാൻ പോയിട്ടുള്ളത്.
രാവിലെ 6 മണിക്കായതുകൊണ്ട് വെയിലിൻ്റെ പ്രശ്നമോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല കേട്ടോ. സാധാരണ എനിക്ക് പ്രാക്ടീസിന് പോകുമ്പം കത്തുന്ന വെയിലാണ്. അത്രയും ഭയങ്കര ചൂടാണ്. ഓട്ടോയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എങ്കിൽ പോലും പലപ്പോഴും കൈക്കൊക്കെ നീറ്റലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം നല്ലൊരു സമയം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കേശവൻ്റെ സ്റ്റാച്ചു, അതുപോലെ മരപ്രഭു ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട് കുറേ നേരം നടന്നു, ഫോട്ടോസ് എടുത്തു. അതും കഴിഞ്ഞ് ലാസ്റ്റ് ഭഗവാന്റെ പ്രസാദം കഴിച്ചു. കഞ്ഞിയും പുഴുക്കും ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ട്. 1-2 പേരൊക്കെ തിരക്കുള്ളത് കൊണ്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം വളരെ മനോഹരമായിരുന്നു. കുറേ ദിവസം എഫേർട്ട് എടുത്ത് അവസാനം ഏറ്റവും ഭംഗിയായിട്ട് ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾ കളിച്ചു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് സൈറ വന്നിട്ടുണ്ടായിരുന്നു. സൈറയ്ക്ക് നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ശരിക്കും ആ കളിക്കുന്ന ടൈമിൽ എത്താൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് വന്ന് ഞങ്ങളൊക്കെ കണ്ടിട്ട് സൈറ തിരിച്ചു പോയി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അത്രയും മനോഹരമാട്ടോ. പന്തലും അതുപോലെ ലൈറ്റിങ്ങും എല്ലാം നല്ല രസമാണ്. നമുക്കതൊന്നും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുപോലെ കിഴക്കേ നടയിൽ അതിമനോഹരമായൊരു കവാടം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ തൂണുകളൊക്കെ ദശാവതാരമൊക്കെ കൊത്തിയിട്ടുള്ളതാണ്. പിന്നെ കണ്ണൻ്റെ പല ഭാവങ്ങളൊക്കെ കൊത്തിയിട്ടുള്ള തൂണുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് അതൊക്കെ കാണാൻ. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇന്ന് ഉത്സവത്തിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇന്നാണ് അമ്മൂൻ്റെ ലാസ്റ്റത്തെ കളിയുള്ളത്. അതിവിടുത്തെ NSS ടീമിൻ്റെ ആ ഗ്രൂപ്പിലാണ് മോളുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ വളരെ നേരത്തെ തന്നെ പോയി 4-4:30 ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പോയി. ഞങ്ങൾക്ക് ഇനിയും നെക്സ്റ്റ് മന്ത് വേറൊരു അമ്പലത്തിൽ ഒരു കളിയും കൂടിയുണ്ട്. എനിക്ക് അമ്മൂന് വേറെയും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം അതിനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ വാങ്ങാൻ തോന്നും. ഞാൻ മുന്നേ ഒന്നും ചൂടിയിരുന്നില്ല. ഇപ്പോൾ ഈ തിരുവാതിരക്കളിക്ക് ചൂടാൻ തുടങ്ങിയപ്പോൾ ഒരാഗ്രഹം. അപ്പോൾ അങ്ങനെ മുല്ലപ്പൂവൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ കുറച്ച് നാൾ നാട് വിട്ട് നിൽക്കുമ്പോഴും നമുക്ക് എന്തൊക്കെയോ ഇവിടെ വന്നിട്ട് ചെയ്യണം എന്നൊക്കെ തോന്നില്ലേ? അങ്ങനെയൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാനപ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇങ്ങനെ 2 സൈഡിലും ഉണ്ണിക്കണ്ണന്മാരൊക്കെ ഉള്ള കടകളുണ്ട്. ഈ പണ്ട് തൊട്ടേ ഈ കണ്ണന്മാരെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണന്മാരെ വാങ്ങാമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ നമ്മുടെ കൂടെ വരികയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം വൈറ്റ് കളറിലും കണ്ണൻ്റെ ശ്യാമവർണ്ണത്തിലുള്ള അങ്ങനെയൊക്കെ നല്ല രസമുള്ള അതിങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് എടുത്തുകൊണ്ട് വരാൻ തോന്നും. അത്രയും ഇഷ്ടമാണ് എനിക്ക്. ചെറുപ്പം തൊട്ട് കുടുക്കയിലൊക്കെ പൈസ ഇട്ട് വെച്ചിട്ടാണ് ഞാനിങ്ങനെ അമ്മയുടെ ഒപ്പം അമ്പലത്തിലേക്ക് പോകുമ്പോൾ പറയും എനിക്ക് കുഞ്ഞുണ്ണി കണ്ണനെ വാങ്ങി തരണമെന്ന്. അങ്ങനെ കുറേ കണ്ണനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മണിമാല പൊട്ടിയാലേ പൊട്ടല്ല പൊട്ടിച്ചിട്ട് അതൊക്കെ പല മോഡലിലൊക്കെ കോർത്തിട്ട് അതിടും. അതുപോലെ തന്നെ പൂമാലയും കോർത്തിട്ട് കണ്ണൻ്റെ കഴുത്തിലിടും. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കിഴക്കേ നടയിലൊക്കെ നടന്ന് വന്നപ്പോഴേക്കും അമ്മൂൻ്റെ ടീമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം അവരുടെ കളിയാണ്. സ്റ്റേജിൽ നടക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇവരും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു കേട്ടോ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കളികൾ. അവിടെ അങ്ങനെ ഇരുന്നാൽ എണീറ്റ് പോരാൻ തോന്നില്ല. ഒരു ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ പുതിയതും പഴയതുമായ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. നല്ല രസമാണ്. എന്തായാലും അടുപ്പിച്ച് 3 ദിവസം ഞങ്ങൾക്ക് പോകാൻ പറ്റി. ഒത്തിരി സമയമൊന്നും ഇരുന്നിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ എല്ലാതും കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്പലത്തിലിരുന്ന് കഞ്ഞി കുടിക്കണം. പ്രസാദ് ഊട്ടിൻ്റെ കൗണ്ടറിൽ അവിടെ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കണം എന്നുള്ള ആഗ്രഹവും സാധിച്ചു. അപ്പം അങ്ങനെ ഞങ്ങളുടെ 2-3 ദിവസങ്ങൾ വളരെ വളരെ നല്ലതായിരുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.